സ്റ്റുഡൻസ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ ബികോം ഇൻകം ടാക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ബാലൻസ് പോർഷൻസ് ആണ്. ഡെഫിനിഷൻസ് മുതലാണ് നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ബേസിസ് ഓഫ് ചാർജ്, സെക്ഷൻ 4 ഓഫ് ഇൻകം ടാക്സ് ആക്ട്. ബേസിസ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊക്കെ ടാക്സ് ഇമ്പോസ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ടാക്സ് ലെവി ചെയ്യാനുള്ള ആ ഒരു പവറുള്ള വ്യക്തിയാണ് ആര്? ഗവൺമെൻറ് എന്ന് പറയുന്നത് അല്ലേ. ഗവൺമെൻറ്റിനാണ് നമ്മളിന്ന് ടാക്സ് ഒക്കെ കളക്ട് ചെയ്യാനുള്ള ആ ഒരു പവർ ഉള്ളത് അല്ലേ. അപ്പോൾ ഗവൺമെൻറ്റിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതും ടാക്സ് പേ ചെയ്യുന്നതും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ടാക്സ് നമ്മൾ പേ ചെയ്യുന്നത് ഇയർലി എത്ര തവണ പേ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട് അല്ലേ. അതായത് നമ്മൾ ആനുവലായിട്ടാണ് പേ ചെയ്യാം. ഓക്കെ, അതായത് ടാക്സ് നമ്മൾ എപ്പോഴാണ് പേ ചെയ്യുക? നമ്മൾ ആനുവൽ ഇൻകം ഉണ്ടാവുമല്ലോ, ആനുവൽ ഇൻകത്തിൻ്റെ മുകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ടാക്സ് പേ ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഇയർ എന്താണ്, അസസ്മെൻറ്റ് ഇയർ എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ പ്രീവിയസ് ഇയറും അസസ്മെൻറ്റ് ഇയറും ഓർത്തിരിക്കാനുള്ള ഒരു സൂത്രവാക്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏത് അധ്യയന വർഷത്തിലൂടെയാണോ കടന്നു പോകുന്നത് അത് അസസ്മെൻറ്റ് ഇയർ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആൻഡ് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഇയറിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? പ്രീവിയസ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതല്ല കേട്ടോ ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം കേട്ടോ, വരും ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പ്രീവിയസ് ഇയറിൻ്റെ ഇൻകം ഉണ്ടല്ലോ, ആ ഇൻകത്തിൻ്റെ മുകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് ചെയ്യാം. ഓക്കെ, അതായത് പ്രീവിയസ് ഇയറിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഇൻകം അല്ലേ, ആ ഇൻകത്തിൻ്റെ മുകളിലാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയറിൽ എന്ത് ചെയ്യുക? ടാക്സ് പേ ചെയ്യാം. അതായത് നമുക്കറിയാം നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഏതാണ്? നിങ്ങൾക്കറിയാലോ, 2024-25 നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആക്ച്വലി നമ്മുടെ അസസ്മെൻറ്റ് ഇയർ ഏതാണ്? 2025-26, അതായത് 1st April to 31st March ആണ് ഇതിൻ്റെ ആ ഒരു പീരീഡ് വരുന്നത്. നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ ഉണ്ടല്ലോ, സെയിം ആണേ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു പ്രീവിയസ് ഇയറിൽ, ദാറ്റ് മീൻസ് 2024 April 1 മുതൽ 2025 31st March വരെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻകംസ് ഉണ്ടാവുമല്ലോ, ആ ഇൻകംസിൻ്റെ മുകളിലാണ് നമ്മൾ ഈ അസസ്മെൻറ്റ് ഇയർ ആയിട്ടുള്ള 2025-26 അസസ്മെൻറ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യുക? ടാക്സ് പേ ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കണ്ടീഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബേസിസ് ഓഫ് ചാർജിൽ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനാണിത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഈസ് ടാക്സഡ് ഇൻ ദ അസസ്മെൻറ്റ് ഇയർ ബേസ്ഡ് ഓൺ റേറ്റ്സ് ഇൻ ദ ഫൈനാൻസ് ആക്ട്. അതായത് നമുക്ക് ടാക്സ് റേറ്റ് ഒക്കെ ഉണ്ട്, തോന്നിയ പോലെ ഗവൺമെൻറ് നമ്മുടെ അടുത്ത് ടാക്സ് ചുമത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ടാക്സ് റേറ്റ് ഒക്കെ നമുക്കിങ്ങനെ പറയാം കേട്ടോ, അവിടെ ഒക്കെ എത്തുന്ന സമയത്ത് നമുക്ക് പറയാം. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ടാക്സ് റേറ്റ് ഉണ്ട്, ടാക്സ് റേറ്റിൻ്റെ അണ്ടറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് ഒക്കെ പേ ചെയ്യുന്നത്. ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിവിടെ ടാക്സ് പേ ചെയ്യുക. നമുക്ക് മാസം കിട്ടുന്ന ഇൻകത്തിൻ്റെ മുകളിലല്ല നമ്മൾ ടാക്സ് പേ ചെയ്യുക. നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻകത്തിനെ 5 ഹെഡിലാണ് കാണിക്കുക. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ 5 ഹെഡ് ഉണ്ട്. ഈ 5 ഹെഡ് നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിലൂടെ ഡിസ്കസ് ചെയ്യാനുള്ളതാണത്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളതും ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നതുമാണ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ 5 ഹെഡ് നമ്മൾ പറഞ്ഞില്ലേ, ഈ 5 ഹെഡിൽ നമുക്ക് കിട്ടുന്ന ഇൻകം ഉണ്ടല്ലോ, ആ ഇൻകത്തിന് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയും. അങ്ങനെ ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും? കുറച്ച് ഡിഡക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട് അണ്ടർ സെക്ഷൻ 80. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ ഒരു സെമ്മിൽ പഠിക്കാനുള്ള, നെക്സ്റ്റ് സെമ്മിലാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അണ്ടർ സെക്ഷൻ 80 പ്രകാരം നമുക്ക് ഒരുപാട് ഡിഡക്ഷൻസ് പഠിക്കാനുണ്ട്. ആ ഡിഡക്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? 80C to 80U ആണ്. ആ ഡിഡക്ഷൻസ് ഒക്കെ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻകം ഉണ്ടല്ലോ, അതിനെയാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുക. ആ ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരിക? ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ, പ്രാക്ടിക്കലായിട്ട് വരുന്ന സമയത്ത് സിമ്പിളാണ് എന്ന് നോക്കാം. അപ്പോൾ ടോട്ടൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഈ ഒരു ആക്ടിൽ പ്രകാരം തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളങ്ങനെ ടോട്ടൽ ഇൻകം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകം ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ എന്തൊക്കെ മൈനസ് ചെയ്യുക? അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ടാക്സ് പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ഈ TDS ഒക്കെ ഉണ്ടാവും, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയും. ഓക്കെ, അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒന്നിച്ചെല്ലാതും പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവുമെന്ന് കരുതിയിട്ടാണ് മക്കളെ. ഇപ്പോൾ TDS ഉണ്ടല്ലോ, അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ലാസ്റ്റ് ടോട്ടൽ ഇൻകം കിട്ടി നമ്മുടെ ടാക്സ് ലാബിലിറ്റി എത്രയാണെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഇൻകം ടാക്സിൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് സെക്ഷൻ 2 സബ്സെക്ഷൻ 24 പറയുന്നത്. ഇൻകം ടാക്സ് ആക്ട് നിങ്ങൾക്കറിയാലോ, സെക്ഷൻ 2 സബ്സെക്ഷൻ 4 ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷനിലാണ് ഇത് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇൻകം എന്ന് പറയുന്നത് നോക്കാം കേട്ടോ.
ഈ ഒരു ആക്റ്റിൽ എന്താണ് ഇൻകം എന്നുള്ളത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അക്കോർഡിംഗ് ടു ഇൻകം ടാക്സ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ന ഇൻകംസ് ഉണ്ട് എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തൊക്കെ ഐറ്റംസ് ഇൻകത്തിൽ ഉൾപ്പെടും എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ വരുന്നതാണ് ബിസിനസ് പ്രോഫിറ്റ് ഓർ സാലറി, ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്സ്, സാലറി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ അതുണ്ടല്ലോ. അതുപോലെ ഡിവിഡൻഡ് ഫ്രം കമ്പനീസ് ഓർ മ്യൂച്വൽ ഫണ്ട്, വളണ്ടറി ഡൊണേഷൻ ടു ട്രസ്റ്റ് ഓർ എഡ്യൂക്കേഷൻ ഓർ റിസർച്ച് ബോഡീസ്, അവിടെ നിന്ന് കിട്ടുന്ന ഡൊണേഷൻസ്, പെർക്സ്, അതുപോലെ ബെനിഫിറ്റ്സ് ലൈക്ക് ഫ്രീ ഹൗസിങ്, കാർ എക്സെട്ര ഗിവൺ ബൈ ദ എംപ്ലോയർ. അതായത് എംപ്ലോയർ അവരുടെ എംപ്ലോയിക്ക് കൊടുക്കുന്ന എമൗണ്ട്സ് ഉണ്ടല്ലോ, അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ മക്കളെ നമുക്ക് പഠിക്കാനുണ്ട്. അലവൻസ് ഫോർ ഡ്യൂട്ടീസ് ഓർ പേഴ്സണൽ എക്സ്പെൻസസ്, ഇതൊക്കെ ഇൻകംസ് ആണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്, ഗിഫ്റ്റ്, ബെനിഫിറ്റ് റിസീവ്ഡ് ബൈ പീപ്പിൾ കണക്റ്റഡ് ടു ദ കമ്പനി, അതായത് നമ്മളെ കമ്പനിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പീപ്പിൾസിൻ്റെ ഇരുന്ന് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗിഫ്റ്റോ ബെനിഫിറ്റ്സ് ഒക്കെ ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഇൻകായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ കോമ്പൻസേഷൻ ഫോർ ജോബ് ഓർ ഏജൻസി ലോസ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇമ്പോർട്ട് ലൈസൻസ്, ക്യാഷ് സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ് ഫോർ എക്സ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ക്യാഷ് സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ ഇപ്പോൾ ഗവൺമെൻറ് ചില സമയത്ത് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി ഒക്കെ കൊടുക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഡ്യൂട്ടി നമുക്ക് മേ ബി സംടൈംസ് നമുക്ക് റീഫണ്ട് ചെയ്ത് തരും. അങ്ങനെ റീഫണ്ട് ചെയ്ത് തരുന്ന സമയത്ത് നമ്മളെ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് ഇങ്കാണ്. അങ്ങനെ വരുന്ന ഇങ്ക് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പ്രോഫിറ്റ് ഫ്രം ഇൻഷുറൻസ് കമ്പനി, ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിൽ നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ്, റിക്കവേർഡ് ബാഡ് ഡെപ്റ്റ് ഓർ റെൻറ്റ്, നമ്മൾ കിട്ടില്ല എന്ന് കരുതിയ ബാഡ് ഡെപ്റ്റ്, നമ്മൾ കിട്ടില്ല എന്ന് കരുതിയ റെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അത് നമുക്ക് ഇങ്കായി മാറണം. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. ക്യാപിറ്റൽ ഗെയിൻ, നമ്മുടെ സ്ഥാപനത്തിലുള്ള ക്യാപിറ്റൽ അസറ്റ്, അത് മേ ബി ഫർണിച്ചർ ആവാം, അതായത് ലോങ് റണ്ണിലോട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അസറ്റില്ലേ മക്കളെ, ദറ്റ് മീൻസ് ഫിക്സഡ് അസറ്റൊക്കെ ഇല്ലേ മക്കളെ, അത് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ചിലവായിട്ടുള്ള എമൗണ്ട്, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻകം ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുക. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് എങ്ങനെയാണ് ഇൻകം ലഭിക്കുക, മിക്കവാറും നമ്മളത് സെയിൽ ചെയ്യേണ്ടി വരും അല്ലേ. അങ്ങനെ സെയിൽ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ലഭിക്കുക. അങ്ങനെ ഇൻകം ലഭിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻകല്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുക. ആ ഒരു ക്യാപിറ്റൽ ഗെയിനില്ലേ അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. ഓക്കെ, അതിൽ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അതൊക്കെ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നോക്കാം കേട്ടോ. അതുപോലെ നമുക്ക് എന്തെങ്കിലും എമൗണ്ട് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള, ദറ്റ് മീൻസ് അതിൻ്റെ സോഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും മണി ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ട്, ആ ഗിഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 50,000 രൂപയേക്കാൾ കൂടുതലാണ്, അത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ റിലേറ്റീവ്സിൽ നിന്നൊന്നുമല്ല, പുറത്തുനിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ലഭിച്ചിട്ടുള്ള മണി അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് 50,000-ത്തിനേക്കാൾ മുകളിൽ വരുന്നതാണ് എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ഇൻകല്ലേ, അതിനെന്ത് ചെയ്യണം, നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 50,000-ത്തിന് താഴെയാണ്, ഒരു 49,000 അല്ലെങ്കിൽ 49,500 ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ടാക്സിൻ്റെ ഒരു കാര്യം ചിന്തിക്കേ വേണ്ട. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്കായിട്ട് കൺസിഡർ ചെയ്യും, നമ്മൾ അതിനെന്ത് കൊടുക്കേണ്ടി വരും, ടാക്സ് അവിടെ കൊടുക്കേണ്ടി വരും. ഓക്കെ, നമ്മുടെ ടോട്ടൽ ഇങ്കൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ കൊടുക്കുന്നത്. അതുപോലെ വിന്നിങ് ഫ്രം ലോട്ടറി ഓർ ഗാംബ്ലിംഗ്, നമുക്ക് ലോട്ടറി ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, ഗാംബ്ലിങ്ങിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ, മീൻസ് എന്താണ് ഗാംബ്ലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂതാട്ടൊക്കെ അല്ലേ മക്കളെ, അതിൽ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ. അതുപോലെ അഡ്വാൻസ് മണി ഫോർഫീച്ചഡ് ഫ്രം സെയിൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ് അല്ലേ, നമുക്ക് എന്ത് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും എമൗണ്ട് ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒക്കെ നമ്മുടെ ഇങ്കാണ്, ഒക്കെ നമ്മൾ ഇങ്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻകം ടാക്സ് കൊടുക്കും വേണ്ടി വരും കേട്ടോ. എമൗണ്ട് ഫ്രം കീ മാൻ ഇൻഷുറൻസ് പോളിസി, അതായത് ഈ കീ മാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ, കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ, എന്താണ്, കീ ഇല്ലാതെ നമുക്കൊരു ലോക്ക് പൊട്ടിക്കാൻ സാധിക്കുമോ, ഇല്ല. കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഏതൊരു ഓർഗനൈസേഷനിലോ അത്തരത്തിലുള്ള ഒരു പേഴ്സൺ ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ എത്ര ഓർത്തിരുന്നാൽ മതി, കീ വെച്ചിട്ട് തന്നെ ഓർത്തിരുന്നാൽ മതി. കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, അത് കളഞ്ഞു പോയാൽ പോയി അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ്, അങ്ങനെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നമ്മളെ ഓർഗനൈസേഷനിലുണ്ടാവും. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷനിൽ, ആ ഒരു കമ്പനിയിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇവരെ മുകളിലൊക്കെ കമ്പനി അല്ലെങ്കിൽ എംപ്ലോയർ ഇവർക്ക് വല്ല ഇൻഷുറൻസ് പോളിസിയൊക്കെ എടുത്തു കൊടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ കീ മാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, അതും നമ്മുടെ ഇൻകായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് മണിയായിട്ടോ കൈൻഡായിട്ടോ സർവീസ് ആയിട്ടൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻകത്തിൻ്റെ മുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മക്കളെ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻകം എന്ന് പറയുമ്പോൾ അതിൽ ലീഗലുണ്ടാവും ഇല്ലീഗലുണ്ടാവും. ആൻഡ് ഇത് നമുക്ക് ക്യാഷ് ആയിട്ടോ കൈൻഡായിട്ടോ സർവീസായിട്ടോ ലഭിക്കാം. അത് മേ ബി ലീഗലാവാം ഇല്ലീഗലാവാം. ചില സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലീഗലാണ്, പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും. അത്തരത്തിലുള്ള നിയമങ്ങൾ വരെ ഉണ്ട്.
നമുക്ക് നോക്കാം കേട്ടോ. ഇതിൽ ഞാനിപ്പോൾ നിങ്ങളോട് ആകെ 18 ഐറ്റംസേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് കാണാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ കഴിയുന്ന ടൈപ്പ് ഐറ്റംസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ എക്സാമിന് മേ ബി നിങ്ങളോട് ചോദിക്കാം ഇംഗത്തിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ നോക്കുന്നത് സോഴ്സസ് ഓഫ് ഇൻകം ആണ്. സോഴ്സസ് ഓഫ് ഇൻകം നമുക്കറിയാം ഹെഡ് ഓഫ് ഇൻകംസ് ആണ്. ദറ്റ് മീൻസ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ട് 5 ഹെഡ് ഉണ്ട് എന്നുള്ളത്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതിൽ ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആസ് എ എംപ്ലോയി നമ്മൾ എംപ്ലോയി ആയിരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടൂലേ സാലറി കിട്ടും. നമുക്ക് എന്തെങ്കിലും നമുക്ക് എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കേണ്ടി വരും. ഒരുപാട് അലവൻസ് ഒക്കെ നമുക്ക് കിട്ടും, പെർക്യുസൈറ്റ്സ് കിട്ടും. ഓക്കെ, ഇങ്ങനെ നമുക്ക് എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കിട്ടും, ഒരുപാട് ബെനിഫിറ്റ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടും, ഇൻകംസ് കിട്ടും. അപ്പോൾ അതൊക്കെ ഇൻകം ഫ്രം സാലറീസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചാർജ് ചെയ്യുന്നത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ടെനൻറ്റ് ഉണ്ടാവും. ടെനൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ എന്ത് ചെയ്യണം, റെൻറ്റിന് കൊടുക്കണം. നമുക്ക് 2 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് കരുതുക. 2 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് കരുതുക. ഒന്ന് നമ്മൾ താമസിക്കുന്നതാണ്, ഒന്ന് നമ്മൾ എന്ത് ചെയ്തു, റെൻറ്റിന് കൊടുത്തു. ഓക്കെ, അങ്ങനെ റെൻറ്റിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ താമസിക്കുന്ന ഹൗസ് പ്രോപ്പർട്ടിയില്ലേ അതിന് നമുക്ക് എന്ത് ചെയ്യണ്ട, സെൽഫ് ഓക്യുപ്പൈഡ്, ദറ്റ് മീൻസ് നമ്മൾ താമസിക്കുന്നതില്ലേ അതിന് നമ്മൾ ടാക്സ് കൊടുക്കണ്ട. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യണ്ട, ടാക്സ് കൊടുക്കണ്ട. അത് നമുക്ക് ടാക്സിന് എക്സംപ്റ്റ് ആണ്. പക്ഷേ നമുക്ക് റെൻറ്റ് കിട്ടുന്നുണ്ടല്ലോ, ദറ്റ് മീൻസ് നമ്മൾ വാടക കൊടുത്തിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റെൻറ്റ് കിട്ടുന്നുണ്ട്. ആ റെൻറ്റിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്, നോക്കാം. പിന്നെ ബിസിനസ് ഓർ പ്രൊഫഷനാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു സ്ഥാപനം ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ബിസിനസ് പർപ്പസിനാണ്. ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ എന്തുണ്ട്, നമുക്ക് കുറച്ച് എക്സ്പെൻസസ് അവിടെ വരാം, കുറച്ച് ഇൻകംസ് നമുക്ക് അവിടെ വരാം അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഡിസലൗഡ് എക്സ്പെൻസസ് ഏതൊക്കെയാണ്, അലൗഡ് എക്സ്പെൻസസ് ഏതൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ബിസിനസ് ഓർ പ്രൊഫഷൻ സിമ്പിളായിട്ടുള്ള ഒരു ഹെഡ് തന്നെയാണ്, നമുക്ക് പഠിക്കാം. ക്യാപിറ്റൽ ഗെയിൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതെങ്ങനെ, അതിൻ്റെ റൈറ്റ്സ് എങ്ങനെ എന്നൊക്കെ ഉള്ളത് നമുക്ക് പഠിക്കാം. ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ഹെഡിലും പെടാത്ത ഇൻകംസ് ഉണ്ടാവില്ലേ, അതാണ് ഇൻകം ഫ്രം അതർ സോഴ്സസിൽ വരിക. ദറ്റ് മീൻസ് ഇപ്പോൾ ലോട്ടറി, വിന്നിങ് ഫ്രം ലോട്ടറി, ഗിഫ്റ്റ്, ഗാംബ്ലിങ്, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇതിൽ വരുന്നത്, ഇൻകം ഫ്രം അതർ സോഴ്സസിൽ വരുന്നത്. ഓക്കെ, അതുപോലെ ചില പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് കിട്ടും, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും പേഴ്സണൽ ഗിഫ്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മേ ബി നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആവാം, അല്ലെങ്കിൽ ആനിവേഴ്സറി ഗിഫ്റ്റ് ആവാം. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇൻകം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 50,000-നേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ, നോട്ട് എക്സീഡ് 50,000 ആണ് എന്നുണ്ടെങ്കിൽ, 50,000 ആണെന്നുണ്ടെങ്കിൽ നോട്ട് ടാക്സബിൾ ആണ്. ഓക്കെ, അതുപോലെ നമുക്ക് ഡ്യൂ ആയിട്ടുണ്ട് ഇൻകം ഡ്യൂ ആണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, റിസീവ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും അതെന്താണ്, ടാക്സബിൾ ആണ്. ബിക്കോസ് എന്ത്, ഡ്യൂ ആയി കിടക്കുകയാണ്, അത് നമുക്ക് ടാക്സബിൾ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ എന്തെങ്കിലും ഡിസ്പ്യൂട്ടിൽ കിടക്കുന്ന ഇൻകംസ് ഉണ്ടാവും, മീൻസ് എന്താ, എന്തെങ്കിലും കോൺഫ്ലിക്റ്റിലൊക്കെ കിടക്കുന്ന ഇൻകംസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് ആരെ കയ്യിലാണോ നിലവിലുള്ളത്, ആ റെസിപ്പിയൻ്റ് ഉണ്ടല്ലോ, അവർ ടാക്സ് പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ലയബിളാണ്. ഓക്കെ, അതുപോലെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഇൻകം റിസീവ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ബിസിനസ് ആണെന്ന് കരുതാം. നമുക്ക് ബിസിനസ്സിൻ്റെ പുറത്ത് നമുക്ക് എന്തെങ്കിലും ഇൻകം ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോട്ടറി ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൈസസ് ആവാം, ഇതൊക്കെ എന്താണ്, ടാക്സബിൾ ആണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ 50,000-നേക്കാൾ താഴെയാണ് എന്നുണ്ടെങ്കിൽ ടാക്സബിൾ അല്ല, 50,000-നേക്കാൾ മുകളിലാണ് എന്നുണ്ടെങ്കിൽ ടാക്സബിൾ ആണ്. നമുക്ക് കിട്ടുന്ന ഇൻകം ഡ്യൂ ആയിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഇതുവരെ റിസീവ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും അതെന്താണ്, ടാക്സബിൾ ആണ്. എന്തെങ്കിലും ഒരു ഇൻകം ഡിസ്പ്യൂട്ടിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്യൂട്ട് ഇൻകാണ്, പക്ഷെ അത് ടാക്സബിൾ ആണ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് റെസിപ്പിയൻറ്റ്. ഓക്കെ, അതുപോലെ നമുക്ക് ബിസിനസ്സിൻ്റെ പുറത്ത് എന്തെങ്കിലും ഇൻകം ലഭിക്കുന്നുണ്ട്, ലൈക്ക് ലോട്ടറി വിന്നിങ്സ് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് പ്രൈസസ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ടാക്സബിൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഇത് നമ്മൾ പറയുന്നതാണ് ക്യാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. എന്താണ് ക്യാഷ്വൽ ഇൻകം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ക്യാഷ്വൽ ഇൻകം നമുക്ക് നോക്കാം. ക്യാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത് കിട്ടുന്ന ഇൻകം എന്നല്ല, എന്താണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന ഇൻകമാണ്. അതുപോലെ ഇത് നമുക്ക് ഡെയിലി ഇങ്ങനെ കിട്ടുന്നില്ല, അതിനെന്തില്ല, അതിനവിടെ ഒരു റിപ്പീറ്റേറ്റീവ് നാച്ചുറായിട്ടുള്ള ഇൻകം അല്ല. മീൻസ് എന്താ, നോൺ റെഗുലർ ഇൻകം അല്ല. ലൈക്ക് നമ്മളിപ്പോൾ പറഞ്ഞ ലോട്ടറി, ഗാംബ്ലിങ്, ക്വിസ് ഷോ വിൻസ്, നമ്മളിപ്പോൾ എന്തെങ്കിലും ക്വിസ് ഷോയിലൊക്കെ പങ്കെടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എന്താണ്, അതെന്തെങ്കിലും നമ്മൾ വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു പ്രൈസ് കിട്ടുകയാണ്, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളെ അടുത്തേക്ക് ഇൻകം വരികയാണ്. അത്തരത്തിലുള്ള ഇൻകത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ക്യാഷ്വൽ ഇൻകം എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കിയിരുന്നാൽ മതി. ക്യാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾ
ഓർത്തിരിക്കുക. അതെന്താണ്? ഈ ലോട്ടറിനെ, ഗാംബ്ലിങ്, ക്വിസ് ഷോ വിൻസ്, ഇതൊക്കെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇതെന്താണ്? അൺഎക്സ്പെക്റ്റഡ് ഇൻകമാണ് ഓഫ് നോൺ റിപ്പീറ്റേറ്റീവ് നാച്ചറാണ്. അൺഎക്സ്പെക്റ്റഡ് ഇൻകം ഓഫ് നോൺ റിപ്പീറ്റേറ്റീവ് നാച്ചർ ഈസ് കോൾഡ് ക്യാഷ്വൽ ഇൻകം. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ടാക്സ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% ആണ് ടാക്സ് വരുന്നത്. അതിൽ ഡിഡക്ഷൻസോ സെറ്റ് ഓഫോ ഒന്നും എന്തല്ല അവിടെ അവൈലബിൾ അല്ല. ഓക്കെ, ദാറ്റ് മീൻസ് എന്താ? ഡിഡക്ഷൻസ്, സെറ്റ് ഓഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ടാക്സ് കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ല. 30% നമ്മളവിടെ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി അതായത് ഇപ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തെ നമ്മുടെ ഇൻകത്തിൽ ഇതിന് ടാക്സ് കൊടുക്കാനുള്ള എമൗണ്ടൊന്നും ഇല്ല, ടാക്സ് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ നെക്സ്റ്റ് ഇയറിലോട്ട് അതിനെന്ത് ചെയ്യും? നമ്മൾ മാറ്റും. എന്നിട്ട് നെക്സ്റ്റ് ഇയർ നമ്മൾ ഇൻകല്ലേ, അതിന് ഈ ഒരു എമൗണ്ട് കൂടെ നമ്മൾ ടാക്സ് പേ ചെയ്യും. അങ്ങനെ ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് എന്ന് പറയാം. ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് അതിനെ സെറ്റ് ഓഫ് ചെയ്യും. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലഭിക്കുന്ന ഇൻകം എന്ന് പറയുന്നത്, നമ്മൾ വിൻ ചെയ്തിട്ട് നമുക്ക് ലഭിക്കുന്ന ഇൻകം എന്ന് പറയുന്നത് 10,000 ആണ് എന്നുണ്ടെങ്കിൽ, ഇത്രയാണ് 10,000 ആണ് എന്നുണ്ടെങ്കിൽ, റുപ്പീസ് 10,000 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് TDS എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മനസ്സിലായോ? നമുക്ക് ലഭിക്കുന്ന ഇൻകം ഉണ്ടല്ലോ, അത് എക്സീഡ് ചെയ്യാണ്, 10,000-നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് TDS ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമുക്ക് നോൺ റെഗുലറായിട്ട് കിട്ടുന്ന ഇൻകം മീൻസ് റിപ്പീറ്റേറ്റീവ് നാച്ചറൊന്നുമല്ല, റിപ്പീറ്റേറ്റീവ് നാച്ചറല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്നതാണ്, നോൺ റെഗുലർ അല്ല, അങ്ങനത്തെ ഇൻകത്തിനൊക്കെ നമ്മൾ എന്താ പറയും? ക്യാഷ്വൽ ഇൻകം ആണെന്ന് പറയും അല്ലേ? പക്ഷെ ചില സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യില്ല, ഇതിൽ ക്യാഷ്വൽ ഇൻകമായിട്ട് കൺസിഡർ ചെയ്യില്ല. അതിൽ വരുന്നതാണ് ഈ ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിന് എന്തല്ല, ഒരു ക്യാഷ്വൽ ഇൻകം അല്ല. കാരണം ഇത് നമ്മളെപ്പോഴും ക്യാപിറ്റൽ അസറ്റ് സെയിൽ ചെയ്യൊന്നുമില്ല, നോൺ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് അല്ലേ? പക്ഷേ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിനാണ്. ക്യാപിറ്റൽ ഗെയിനിൻ്റെ ഹെഡിൽ നമുക്ക് കിട്ടുന്ന ഇൻകം, എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുകയാണ്, നമ്മൾ സോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടുമല്ലോ, അതെന്താണ്? ടാക്സബിളാണ്, ക്യാഷ്വൽ ഇൻകം അല്ല. ഓക്കെ, അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും പ്രൊഫഷൻ്റെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ലഭിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടർ, ആ ഡോക്ടർക്ക് അവരുടെ ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഗിഫ്റ്റ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് നോൺ റിപ്പീറ്റേറ്റീവ് ആണ് അല്ലേ? എന്താണ്? നോൺ റിപ്പീറ്റേറ്റീവ് ആണ്. എന്താ? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമൊന്നുമല്ല. അത് ക്യാഷ്വൽ ഇൻകം ആണോ? ക്യാഷ്വൽ ഇൻകം ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതെന്താണ്? നമ്മൾ പ്രൊഫഷൻ്റെ ഹെഡിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാഷ് ഗിഫ്റ്റൊക്കെ നമുക്ക് നമ്മുടെ എംപ്ലോയറിൻ്റെ അടുത്ത് നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഗിഫ്റ്റാണ് അല്ലേ? അത് നോൺ റിപ്പീറ്റേറ്റീവ് ആണ്, എപ്പോഴൊന്നും കിട്ടില്ല, എപ്പോഴേലൊക്കെ കിട്ടുള്ളൂ. പക്ഷേ അതെന്താണ്? സാലറീൻ്റെ ഹെഡിൽ ടാക്സബിളാണ്. ഓക്കെ, അതും നമ്മൾ ക്യാഷ്വൽ ഇൻകത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ ഗെയിന് പ്രൊഫഷൻ്റെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഗിഫ്റ്റോ പേയ്മെൻറ്റോ എംപ്ലോയറിൻ്റെ അടുത്ത് നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും ടാക്സബിളാണ്. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ നോക്കാനുള്ളത് ഗ്രോസ് ടോട്ടലിംഗ് ആണ് കേട്ടോ. ഗ്രോസ് ടോട്ടലിംഗ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇത്രയും പോർഷൻ ക്ലിയർ ആണോ?